മഗ്ദലേന മറിയം യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. കാരണം മഗ്ദലേന മറിയം എന്ന് പറയുന്നത് 7 പിശാചുക്കൾ അവളിലുണ്ടായിരുന്നു. ഈശോ മിശിഹ ആ പിശാചുക്കളെ അവളിൽ നിന്നും പുറത്താക്കുകയും അവൾക്കൊരു ജീവിതം നൽകുകയും ചെയ്തു. അതുകൊണ്ട് പാപത്തിൻ്റെ മേഖലയിൽ അകപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ തിന്മയ്ക്ക് അടിമപ്പെട്ടിരുന്ന, പിശാചിന് അടിമപ്പെട്ടിരുന്ന അവളുടെ ജീവിതത്തെ ഈശോ മിശിഹ തിരിച്ച് അവൾക്ക് നൽകിയതുകൊണ്ട് ഈശോ മിശിഹായെ പീഡാസഹനം അല്ലെങ്കിൽ കല്ലറ അടയ്ക്കപ്പെട്ടത് അവൾക്ക് വിശ്വസിക്കാനായിട്ട് അത്രമാത്രം സാധിച്ചില്ല. അതുകൊണ്ടാണ് ഒരു യഹൂദ സ്ത്രീ ഒരിക്കലും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് പോകില്ല. അവൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കല്ലറയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു ഉദ്ധിതനായ സന്ദേശം, മംഗളവാർത്ത അറിയിക്കുന്നത് ആരോടാണ് വെച്ചാൽ മഗ്ദലേന മറിയത്തോടാണ് ആദ്യം അറിയിക്കുന്ന മാലാഖമാർ. ഹല്ലേലൂയ. ആ മഗ്ദലേന മറിയത്തോട് ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ച് നമുക്കറിയാം, മാലാഖമാർ പരിശുദ്ധ അമ്മയോടാണ് മംഗളവാർത്ത അറിയിക്കുന്നതെങ്കിൽ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തെക്കുറിച്ച് മാലാഖമാർ സന്ദേശം അറിയിക്കുന്നത് ആരോടാണ്? മഗ്ദലേന മറിയത്തോടാണ്. അത് ഈശോ മിശിഹ കാരുണ്യവാനാണെന്നുള്ളൊരു കാര്യമാണ്. പിതാവായ ദൈവം കാരുണ്യവാനാണ്. ആ കാരുണ്യം തന്നെയാണ് ഈശോ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇവളെ കൊണ്ടുവന്നപ്പോൾ കല്ലെറിയാൻ വേണമെങ്കിൽ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. പക്ഷേ ഈശോ കാരുണ്യം അവളോട് കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്, നിലത്ത് എന്തായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എന്തായിരിക്കും എഴുതിക്കൊണ്ടിരുന്നത്? സഭാപിതാക്കന്മാർ പറയുന്ന ഇപ്രയാണ്, ഈ വന്നവർ ചെയ്ത പാപങ്ങളായിരുന്നു ഈശോ മിശിഹ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. കാരണം എന്താ? നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളും തിരിച്ചറിയാൻ പറ്റുന്നത് ഈശോ മിശിഹായ്ക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ നിന്നും ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. അവൻ്റെ മുമ്പിൽ നിന്നും ഒരു സൃഷ്ടിക്കും ഒളിച്ചോടാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ വന്നവരുടെ പാപങ്ങളെല്ലാം ഈശോ മിശിഹയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ മിശിഹ പാപമില്ലാത്തവൻ അവളിൽ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവരാരും അവളെ കല്ലെറിഞ്ഞില്ല. കാരണം അവർ പാപം ചെയ്തവരായിരുന്നു. യാക്കോബ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 13-14 തിരുവചനത്തിൽ പ്രകാരമുണ്ട്. കാരുണ്യത്തെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മ കാരുണ്യത്തെക്കുറിച്ചാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 13. കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ട്. എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. നമ്മളെല്ലാവരോടും കാരുണ്യം കാണിക്കാനായിട്ട് പ്രത്യേകം ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ മഗ്ദലേന മറിയത്തോട് കാരുണ്യം കാണിക്കുന്നതും. മാത്രമല്ല, മഗ്ദലേന മറിയം എന്ത് ചെയ്തു? ഈശോയുടെ പ്രഘോഷകയായിട്ട് മാറി. അപ്പോസ്തലന്മാരെ വിവരം അറിയിക്കാൻ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ മഗ്ദലേന മറിയമാണ്. മറ്റുള്ള മതങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന, അവരെ ആദരിക്കുന്ന ഒരു സഭയാണ്, ഒരു സമൂഹമാണ് കത്തോലിക്ക തിരുസഭ. നമ്മൾ വീണ്ടും ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. 4-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ആ സ്ത്രീ ആരാണെന്ന് വെച്ചാൽ സമറിയാക്കാരി സ്ത്രീയാണ്. സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുമ്പോൾ ശിഷ്യന്മാർ ഭക്ഷണത്തിന് പോകുന്ന അവസരത്തിൽ ഈശോ അവളുടെ ഹൃദയം അങ്ങ് തുറക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ജീവിതത്തെ അവൾ തുറന്നു. ഈശോ തുറന്നു കഴിഞ്ഞ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവളുടെ ജീവിതത്തെ തുറന്നതുകൊണ്ട് അവൾ പ്രഘോഷകയായിട്ട് മാറുക. ഈശോ അവളുടെ കരുണ കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ കാണിക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവൾ പോയിട്ട് 40-ാമത്തെ തിരുവലിഖിതത്തിൽ നമ്മൾ പ്രകാരം 39 ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞെന്ന്, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ അവൻ പറയാണ്, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കാൻ പറ്റുന്നതൊന്നും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ കുറേയൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ
എനിക്ക് അവൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് അവൾ പ്രഘോഷയായിട്ട് മാറുന്നത്. ഈ സ്ത്രീ പോയിട്ട് അവരോട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തുണ്ട്, ഇവള് എന്താണ്, ഇവള് 7 പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് ആർക്കറിയാം? സമറിയാക്കാർക്കറിയാം. ഇവൾ ആ പീഡയിൽ നിന്നും അല്ലെങ്കിൽ പാപത്തിൻ്റെ മേഖലയിൽ നിന്നും സ്വതന്ത്രയായെന്ന് അവർ തിരിച്ചറിയുന്നതിന് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ വന്ന് നിങ്ങൾ കാണുക എന്ന് പറഞ്ഞു. അവർ എല്ലാം കൂട്ടത്തോട് കൂടി വന്നു. കാരണം എന്താ, ഇവൾ അത്രമാത്രം പാപത്തിൻ്റെ മേഖലയിൽപ്പെട്ടവളായിരുന്നു. അല്ലേലിയ. അവർ വന്നിട്ട് പറയുന്നത് എന്താ, ഇനി ഞങ്ങളെല്ലാം നീ പറഞ്ഞതുകൊണ്ടല്ല വിശ്വസിക്കുന്നത്, മറിച്ച് ഞങ്ങൾ തന്നെ അവനിൽ നിന്നും നേരിട്ട് ശ്രവിക്കുകയും ഇവനാണെന്ന് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അല്ലേലിയ. ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈശോ മിശിഹായുടെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. 2000 മഹാജൂബിലി വർഷത്തിൽ വൈദികരോട് മാർപ്പാപ്പ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണമെന്ന്. കരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന ഒരു ചിത്രം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചരിക്കുകയും ആ ഞായർ ദൈവകരുണ തിരുനാളായി ആഘോഷിക്കുകയും ചെയ്യണം. എൻ്റെ മക്കളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഈശോ മിശിഹാ കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളെല്ലാം കരുണയുടെ സന്ദേശം നൽകുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനാലയങ്ങൾ, ധ്യാന കേന്ദ്രങ്ങളെല്ലാം കരുണയുടെ സന്ദേശം നൽകുന്ന. കാരണം അവിടെ ഓരോരുത്തരും പാപം തിരിച്ചറിഞ്ഞ് ഒരിക്കലും ശിക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ എല്ലാ സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അല്ലേലിയാം. ആ നവനാളിൽ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ദുഃഖവെള്ളി തൊട്ട് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മാത്രമല്ല, സാധിക്കുന്നിടത്തോളം ദിവസങ്ങളിലെല്ലാം ഈ പ്രാർത്ഥനകൾ, ഈ നവനാൾ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി തീഷ്ണതയോടുകൂടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഇവിടെ പറയാം. എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേക കഠിന പാപികൾക്ക്. നമ്മുടെ വീട്ടിലൊക്കെയും ചിലപ്പോൾ പള്ളി പോകാത്തവരുണ്ടാവും. അല്ലേലിയ. ഇവിടെ വന്നിട്ട് ചിലർ ആദ്യമായിട്ട് കുമ്പസാരിച്ചവരുണ്ട്. എൻ്റെ കെട്ടിന് ശേഷം ആദ്യമായിട്ട് അല്ലേലിയ. അപ്പോൾ അത്രമാത്രം നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലും. പാപം ചെയ്ത് വരുമ്പോൾ കൂദാശകളിൽ നിന്നും നമുക്ക് അകന്ന് നിൽക്കാൻ തോന്നും. കൂദാശകളെ സമീപിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഏറ്റവും കഠിന പാപികൾക്ക് കർത്താവിൻ്റെ കരുണയുടെ തിരുനാൾ അഭയം സംരക്ഷണമായി തീരും. ഞാൻ ആഗ്രഹിക്കുന്നു, ആദ്യ ദിവസം എൻ്റെ അനുകമ്പാത്മക കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. അല്ലേലിയ. അപ്പോൾ കരുണ നിങ്ങൾക്ക് എത്രമാത്രം കരുണ, നിങ്ങളുടെ വീട്ടിൽ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതൊന്നും കണക്കിൽ എടുക്കാത്ത ഒരു ദിവസമാണ് ഈ അടുത്ത ഞായറാഴ്ച ദിവസം. അല്ലേലിയ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു കുടുംബം വന്നു. ആ കുടുംബത്തിലെ ആ വ്യക്തിയെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ ചേട്ടൻ ഇത്രയും നാളും ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചു. ആ മനുഷ്യന് പാപം എന്താണെന്ന് ഒരു ഇതില്ല. മര്യാദയ്ക്ക് ജീവിക്കുന്നതൊക്കെ ഉള്ളും ആ മനുഷ്യൻ പാപം ചെയ്താൽ ജീവിച്ചിരിക്കുന്നു. അത്രമാത്രം പാപത്തിൻ്റെ മേഖലയിൽ അടിമപ്പെട്ട്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടൻ ഏതായാലും നിന്ന് കുമ്പസാരിച്ചു, നന്നായിട്ടൊന്ന് ധ്യാനം കൂടി, കർത്താവ് ചേട്ടനോട് കരുണ കാണിക്കും. അല്ലേലിയ. കാരണം നമ്മളിവിടെ വരുന്ന ഓരോ മക്കളോടും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, കർത്താവ് ചേട്ടനോട് ചേച്ചിയോട് കരുണ കാണിക്കും. കാരണം എന്താ, ഇതൊരു ശിക്ഷിക്കുന്ന സ്ഥലമല്ല, ഇതൊരു കോടതിയല്ല. കോടതി എന്തായിരിക്കും? കോടതി വിധിക്കുന്നൊരു സ്ഥലമാണ്. ദേവാലയങ്ങളും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാലയങ്ങളും കർത്താവിൻ്റെ കരുണ കൊടുക്കാനായിട്ട് കർത്താവ് നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. ഞാൻ സഹോദരനോട് പറഞ്ഞു, അതിൻ്റെ
ഭാര്യ പറഞ്ഞു, എൻ്റെ ചേട്ടനൊന്നും പള്ളി പോയില്ല അച്ഛാ, പള്ളി എന്താണെന്ന് പോലും കണ്ടിട്ടില്ല, എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോയിരിക്കുന്ന, അതിന് ശേഷം ഒന്നും അങ്ങനെ പോകുന്നില്ല. ആ മനുഷ്യനും പറഞ്ഞു, ഈ റബ്ബറും വെട്ടി ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. അല്ലേരിക്കാം. കന്നാലികൾക്ക് പോലും നമുക്ക് ഇതിലും കൂടുതൽ ബോധവും അറിവുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കന്നാലി പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. അങ്ങനെ അവസാനം ഈ സഹോദരനോട് പറഞ്ഞു, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ് ദൈവം പ്രവർത്തിച്ചത്. വലിയൊരു അത്ഭുതം. ഞാൻ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു, മകൻ വന്ന് പറഞ്ഞു, വീട്ടിൽ വലിയൊരു അത്ഭുതം. അല്ലേരിക്കാം. അപ്പോൾ അപ്പോൾ ചില കാര്യങ്ങൾ കടങ്ങളൊക്കെ ഇളച്ച് കർത്താവ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇടപെടാൻ പറ്റാത്ത മേഖലകളിൽ പോലും, ഗവൺമെൻറ് ഓഫീസുകളിൽ പോലും കയറി കർത്താവ് ഇടപെട്ടു. പരിഹരിക്കാൻ പറ്റാത്ത മേഖലകളിൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അർഹതയ്ക്കല്ല, കർത്താവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ടാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാവുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ കർത്താവ് ശിക്ഷിക്കാത്തതിൻ്റെ കാരണം കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? കരുണ കാണിക്കുക എന്നുള്ളത്. അല്ലേരിക്കാം. അതുകൊണ്ട് ഈശോ മിശിഹായുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടമാണ്. 1485 ഖണ്ഡികയിൽ ഇപ്രകാരമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ ജീവസ്രോതസ്സിൽ നിന്നും സമൃദ്ധമായി പാനം ചെയ്യുക. എൻ്റെ കരുണ ലോകം മുഴുവനും പാപത്തേക്കാളും വളരെ ഉന്നതമാണ്. എന്താ? എൻ്റെ കരുണ നിൻ്റെ ലോകം മുഴുവൻ്റെയും പാപങ്ങളെക്കാളും വളരെ ഉന്നതമാണ്. എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കുവാൻ ആർക്ക് കഴിയും? നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഈശോ മിശിഹാ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അല്ലേലിയാം. ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാണ് എന്നെ ക്രൂശിൽ തറയ്ക്കുവാൻ ഞാൻ അനുവദിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് ഈശോ മിശിഹാ കുരിശിൽ കയറി കൊല്ലപ്പെട്ടത്. അല്ലേലിയാം. അതുകൊണ്ട് ഈശോ മിശിഹായുടെ കുരിശിലേക്ക് നോക്കി ഈശോ മിശിഹായുടെ പാടുപീടുകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് നല്ലതാണ്. കാരണം എന്താ? എൻ്റെ പാപത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് ഈശോ മിശിഹാ കുരിശ് തറയ്ക്കപ്പെട്ടത്. മുൾക്കിരീടം ധരിക്കപ്പെട്ടത്. നിനക്ക് വേണ്ടിയാണ് എൻ്റെ ഹൃദയം കുന്തത്താൽ കുത്തപ്പെടുവാൻ ഞാൻ സമ്മതിച്ചത്. അല്ലേരിക. കുത്തപ്പെട്ടു എന്നല്ല പറയുന്നത്. ഈശോ മിശിഹാ കുന്തത്താൽ കുത്തപ്പെടുവാനുള്ള കാരണം, തുറന്നു കൊടുക്കാനുള്ള കാരണം നിനക്ക് വേണ്ടി. ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവുമാണ് കർത്താവിൻ്റെ കരുണയുടെ സ്രോതസ്സ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിനക്ക് വേണ്ടി ഒരു കരുണയുടെ സ്രോതസ്സ് തുറന്നു തരുവാൻ അതിനാൽ വിശ്വാസത്തോടെ വന്ന് ഈ ഉറവയിൽ നിന്നും കൃപാവരങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ കൂദാശകളിൽ നിന്നും നമ്മൾ കൃപാവരങ്ങൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തുവാണ് ജീവൻ്റെ ഉറവിടമെന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ആര്? ദൈവം അവനെ നമുക്ക് ജ്ഞാനം, നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും അതിനാൽ വിശ്വാസത്തോടെ വന്ന് ഈ ഉറവിൽ നിന്നും കൃപാവരം സ്വീകരിക്കുക. നമ്മൾ ഈ ഓരോ ദിവസവും കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ നിൻ്റെ ദുരവസ്ഥകളെല്ലാം എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ അപ്രത്യക്ഷമാകും. നമ്മുടെ പാപത്തിൻ്റെ മേഖലകളെല്ലാം കർത്താവിൻ്റെ കരുണയിൽ അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരുണയിൽ കഴുകി മുക്കിയെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നിൻ്റെ നികൃഷ്ടമായ അവസ്ഥയെക്കുറിച്ച് ഇനി ഒന്നും നീ എന്നോട് പറയണ്ട. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആർക്കറിയാം? ഈശോ മിശിഹായ്ക്ക് അറിയാം. അല്ലേലിയാം. നിന്റെ നികൃഷ്ടമായ പ്രവൃത്തികളല്ല. അല്ലേലിയാം. നിന്റെ നികൃഷ്ടമായ അവസ്ഥയെക്കുറിച്ച് നീ ഒന്നും എന്നോട് പറയണ്ട. നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും
ഈശോമിശിഹായെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്താ, ഈശോമിശിഹ പറയാണ് എനിക്ക് ആനന്ദമാണ്. കാരണം എന്താ, ഈശോമിശിഹ കുരിശിലേറിയതും ഈശോമിശിഹ പാടുപീട് സഹിച്ചതും ഈശോമിശിഹ മുള്ളറിഞ്ഞാനെ ഏറ്റതും എല്ലാം ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ ഈശോമിശിഹായുടെ കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാപം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ കൽത്തടത്തിൽ വെച്ച് ഈശോമിശിഹയെ ചാട്ടവാറ കൊണ്ട് അടിക്കുന്നത് കേട്ട് ആ പെടഞ്ഞ് വീഴുന്നതും ആ ഈശോമിശിഹയുടെ ശരീരത്തിൽ നിന്നും മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോകുന്നതും കാണുമ്പോഴോ പാപം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലേലിയാം. നീ എനിക്ക് വലിയ ആനന്ദമാണ് പ്രധാനം, എൻ്റെ കൃപാവരങ്ങളുടെ നിക്ഷേപങ്ങളാൽ ഞാൻ നിന്നെ നിറയ്ക്കും. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടോ അത്രമാത്രം ജീവസ്രോതസ്സിൽ നിന്നും കരുണ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. എൻ്റെ കുഞ്ഞെ, കരുണാമയ ദൈവത്തെ നീ ഭയപ്പെടുന്നുവോ? ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. അല്ലേലിയാം. അതുകൊണ്ടാണ് മനുഷ്യനെന്ന് പേടിയില്ലാത്തത് ആരെയാണെന്ന് വെച്ചാൽ ദൈവത്തെയാണ്. അല്ലേലിയാം. മനുഷ്യനെ പേടിയില്ല. അതുകൊണ്ട് പറയാം, എൻ്റെ കുഞ്ഞെ, കരുണാമയനായ ദൈവത്തെ നീ ഭയപ്പെടുന്നുണ്ടോ? എന്നിട്ട് പറയാം, നിൻ്റെ പരിശുദ്ധി കരുണാമയനായിരിക്കുന്നതിൽ എന്നെ തടയുന്നില്ല. ഇതാ നിനക്കായി കരുണയുടെ സിംഹാസനം തിരുസക്രാരി ലോകത്തിൽ ഞാൻ ഒരുക്കിയിരിക്കുന്നു. എവിടെയാണ്? ദേവാലയത്തിലെ സക്രാരി ദിവ്യകാരുണ്യം ഇരിക്കാൻ വേണ്ടി ഈശോ ഒരുക്കിയിരിക്കുക. ആ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും കരുണയുടെ സ്രോതസ്. അല്ലേലിയാം. ഈ സിംഹാസനത്തിൽ നിന്നും നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദേവാലയത്തിൽ പോയി, നമ്മുടെ പള്ളികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദേവാലയത്തിലേക്ക് അച്ഛൻ്റെ മേടയിലേക്ക് കയറുന്ന മുൻപ് ആദ്യം നിങ്ങൾ ദൈവത്തെ സന്ദർശിക്കണം, രണ്ടാമത് നിങ്ങൾ അച്ഛനെ സന്ദർശിക്കാവൂ. കൃത്യമായിട്ട് എഴുതി വെച്ചു. അതുകൊണ്ട് ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിച്ചാൽ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ആ ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകുന്ന സ്രോതസ് ജീവജലം നമ്മുടെ മേലൊഴുകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കുർബാന കഴിഞ്ഞിട്ട് ഈശോമിശിഹായുടെ സജീവമായ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ സജീവമായ സാന്നിധ്യത്തിൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം ഈശോ തരും. അല്ലേലിയാ. പാതിരപ്പയുടെ ജീവിതം നോക്ക്. കുർബാന കഴിഞ്ഞ് 2-3 മണിക്കൂറാണ് പഞ്ചശതത്തിൻ്റെ അനുഭവമായിട്ട് പാതിരപ്പയോ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എവിടെ കുർബാന കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഓടരുത്. ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അല്ലേലിയാം. നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ കടന്നു വരാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഇരിക്കാൻ സമയമില്ല. ഏത് സമയത്തും ഏത് നിമിഷത്തിലും നിനക്ക് എൻ്റെ അടുക്കൽ വരാൻ കഴിയും. ഏത് സമയത്തും ഏത് നിമിഷത്തിലും എൻ്റെ അടുക്കൽ വരാൻ നിനക്ക് കഴിയും. നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേലിയാം. മനുഷ്യർക്ക് ഇന്ന് പരസ്പരം സംസാരിക്കാൻ ആഗ്രഹം, ദൈവത്തോട് സംസാരിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അല്ലേലിയാം. അതുകൊണ്ട് പറയാം, ഈശോ പറയാം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, നിനക്കായി കൃപാവരങ്ങൾ നൽകുവാൻ ഞാൻ അതിയായി അഭിലഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ മഗ്ദലേന മറിയം ഈശോമിശിഹായെ കാണാൻ വേണ്ടി ഓടിയത്. അവൾ ഒറ്റ കാര്യം ചിന്തിച്ചത്, ആരാണ് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നത്? ആരാണ് നമ്മൾക്ക് വേണ്ടി കല്ലുരുട്ട്? അവൾ ചെല്ലുമ്പോൾ എന്താ, ആ കല്ല് മാലാഖമാർ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റുന്നതെന്ന് അവൾ ചിന്തിച്ച് ചെല്ലുമ്പോഴാണ് അതാ മാറ്റിയിരിക്കുന്നത്. എന്ത് ചെയ്തു? അവൾ കയറി നോക്കുന്ന സമയത്ത് അതാ മാലാഖമാർ പറഞ്ഞു, ഉദ്ധാനം ചെയ്തു. അല്ലേലിയാം. അവളെ നട്ട് വിശ്വസിച്ചില്ല. അവൾ പുറത്തിറങ്ങി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ തോട്ടക്കാരനാന്ന് വെച്ചാൽ അവനോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് അവനെ എടുത്തുകൊണ്ട് ചെയ്തത്? കൊണ്ടുപോയ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ പോയി എടുത്തോളാം. അല്ലേലിയാ. അതിന് നാടൻ ഭാഷയിൽ പറയാം, നിങ്ങൾ എവിടേക്കാണ് അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയത്? കൊണ്ടുപോയ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. ഇതെന്താ ഈശോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായില്ലേ അല്ലേ, ഞാൻ മരിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുക. അത് വിശ്വസിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. അന്ന് വരെ സംഭവിക്കാത്ത, അന്ന് വരെ കേൾക്കാത്ത ഒരു കാര്യമാണ് അന്ന് സംഭവിച്ചത്. കാരണം എന്താ? മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടു, മരിച്ച വ്യക്തി ഉയർപ്പിക്കപ്പെട്ടു. അല്ലേലിയാം. അല്ലേ? അതുകൊണ്ട് ഇപ്രകാരമാണ് 611-ാമത്തെ കണ്ണികയിൽ പറയുന്നത്, ജീവസ്രോതസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
അത് ജീവൻ്റെ ആത്മാവാണ്. ഓ എൻ്റെ ഈശോയെ, അവിടുത്തെ എത്രമാത്രം പരിശുദ്ധ ഹൃദയത്തിൻ്റെ യോഗ്യതകളിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ യാചിക്കുന്നു. അവിടുത്തെ കോപം ശമിപ്പിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അവിടുത്തെ വാത്സല്യത്തിൻ്റെ നീതിയിൽ നിന്നും അവിടുത്തെ തിരുമുറുകളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അഭയം നൽകുന്ന തിരുമുറുകളാണ്. നമ്മൾ രോഗികളായ വ്യക്തികൾ ഈശോ മിശിഹായുടെ തിരുമുറുകളാൽ ചേർത്ത് വെച്ചിട്ട് തിരുരക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമേ, ഓരോ ആത്മാവിനെയും പുനർജീവിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കരുണയുടെ ഉറവിടം അവിടുന്നാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങേ കരുണ അതെത്രയോ ഉന്നതമാണ്. കരുണ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞു കളയുന്നതല്ല. ഹല്ലേലൂയ. അങ്ങയുടെ മറ്റെല്ലാ ഗുണങ്ങളെക്കാളും അതിശയിപ്പിക്കുന്നതാണത്. മറ്റെല്ലാ നീതി, സത്യസന്ധത, അല്ലെങ്കിൽ വിശുദ്ധി, പരിശുദ്ധിക്കുണ്ട്. പക്ഷെ നമ്മൾ പരിശുദ്ധരായി ജീവിച്ചില്ലെങ്കിൽ വിധിയാളനായിട്ട് കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് തുടർന്ന് പറയാണ്, അങ്ങയുടെ ഏറ്റവും വലിയ വിശേഷണവും കരുണയാണല്ലോ. ഏറ്റവും വലിയ ഞാൻ കണ്ടുമുട്ടുന്നതെല്ലാം അങ്ങേക്ക് കാരുണ്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. ദൈവകരുണ ആത്മാവിൻ്റെ ജീവനാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ എന്താ? ദൈവത്തിൻ്റെ കരുണയാണ്. അല്ലേ? ദൈവകരുണ ആത്മാവിൻ്റെ ജീവനാണ്. അവിടുത്തെ കാരുണ്യം അക്ഷയമാണ്. ഓ എൻ്റെ ദൈവമേ, അവിടുത്തെ നിലയ്ക്കാത്ത കാരുണ്യത്തെ ഓർത്ത് അവിടുന്ന് ഞങ്ങളോട് നിലയ്ക്കാത്ത കാരുണ്യത്തെ ഓർത്ത്. ഹല്ലേലൂയ. അവിടുത്തെ ഉന്നതമായ കരുണാനുസൃതമായി ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ കരുണയുടെ ദിനത്തിൽ ഈശോ കൂടുതൽ കരുണ കാണിക്കും. അതുകൊണ്ട് എല്ലാ സ്രോതസ്സുകളും, എല്ലാ വൈദികരും ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കരുണയുടെ സ്രോതസ്സിനെ കുറിച്ചാണ്. നമുക്ക് സീറോ മലബാർ സഭയെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഈശോ മിശിഹായുടെ അപ്പോസ്തലനായ തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളാണ്. അല്ലെങ്കിൽ മറ്റുള്ള ശിഷ്യന്മാരെല്ലാം ഈശോയെ കണ്ടു. തോമാശ്ലീഹ എന്ത് പറഞ്ഞു? എനിക്ക് ഈശോ മിശിഹായെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹായെ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു തോമാശ്ലീഹ. കാരണം എന്താ? ഈശോ മിശിഹ മരിക്കാൻ പോകുന്ന സമയങ്ങളിലെല്ലാം ഈശോ മിശിഹയുടെ ഒപ്പം പോയി മരിക്കാമെന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചാൽ തോമാശ്ലീഹയാണ്. ഒരു സത്യാന്വേഷിയായിരുന്നു. മറ്റുള്ള ശിഷ്യന്മാർ പേടിച്ച് ഒളിച്ചിരിക്കുമ്പോഴും ഈശോ മിശിഹായോടുള്ള സ്നേഹം, സത്യത്തെ തേടിയുള്ള അന്വേഷണത്തിലാണ് തോമാശ്ലീഹ ഈശോ മിശിഹായെ കണ്ടെത്തിയത്. അത്രമാത്രം സ്നേഹിച്ചിട്ടും മറ്റ് 10 ആൾക്കും കിട്ടിയിട്ട് എനിക്കെന്താ കിട്ടാത്തത്? അതുകൊണ്ട് ഒരു പിടിവാശിയുടെ മുമ്പിൽ ഈശോ മിശിഹ മുട്ടുമടക്കുന്നു. ഈശോ മിശിഹ എന്ത് ചെയ്തു? അതിനുശേഷം 8ാമത്തെ ദിവസം തോമാശ്ലീഹ കൂടെയുള്ളപ്പോൾ എന്ത് ചെയ്തു? ഈശോ മിശിഹ തൻ്റെ പാർശ്വവും കൈകളും കാണിച്ചു കൊടുത്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. കരുണയുടെ സ്രോതസ്സിൽ നിന്നും കരുണ ലഭിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക്